അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ. അല്ലാഹുമ്മ സ്വല്ലി അലാ മുഹമ്മദിൻ വഅലാ ആലിഹി വസ്വഹാബിഹി അജ്മഈൻ. അഊദു ബില്ലാഹി മിനശ് ശൈത്വാനിർ റജീം. ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം. ഫലമ്മാ ഫസല ത്വാലൂത്ത് ബിൽ ജുനൂദി ഖാല ഇന്നല്ലാഹ മുബ്തലീകും ബിനഹരിൻ ഫമൻ ശരിബ മിൻഹു ഫലൈസ മിന്നീ വമൻ ലം യത്അംഹു ഫഇന്നഹു മിന്നീ ഇല്ലാ മൻ ഇഗ്തറഫ ഗുർഫതൻ ബിയദിഹി ഫശരിബൂ മിൻഹു ഇല്ലാ ഖലീലൻ മിൻഹും ഫലമ്മാ ജാവസഹു ഹുവ വല്ലദീന ആമനൂ മഅഹു ഖാലൂ ലാ ത്വാഖത ലനൽ യൗമ ബിജാലൂത വജുനൂദിഹി ഖാല അല്ലദീന യظുന്നൂന അന്നഹും മുലാഖുല്ലാഹി കം മിൻ ഫിയത്തിൻ ഖലീലത്തിൻ ഗലബത് ഫിയത്തൻ കസീറത്തൻ ബിഇദ്നില്ലാഹ് വല്ലാഹു മഅസ്സാബിരീൻ. സദഖല്ലാഹുൽ അലിയ്യുൽ അദീം. അള്ളാഹുവിൻ്റെ മാർഗത്തിലുള്ള യുദ്ധത്തിന് വേണ്ടി കൽപ്പന നൽകിയപ്പോൾ ബനൂ ഇസ്രായേലിയർ അവരുടെ പ്രവാചകനോട് പറഞ്ഞു, ഞങ്ങൾക്കൊരു രാജാവിനെ നിയോഗിച്ചു തരണം, എങ്കിൽ ഞങ്ങൾ യുദ്ധം ചെയ്യാം. അങ്ങനെ അവർക്കൊരു രാജാവിനെ നിയോഗിച്ചു കൊടുത്തു. അതിനു മുമ്പ് അവരുടെ പ്രവാചകൻ അവരോട് ചോദിക്കുന്നുണ്ട്, ഹൽ അസൈതു മിൻ കുതിബ അലൈക്കുമുൽ ഖിതാലു അല്ലാ തുഖാതിലു, നിങ്ങൾക്ക് യുദ്ധം നിയമമാക്കപ്പെട്ടാൽ, യുദ്ധത്തിനുള്ള കൽപ്പന വന്നാൽ നിങ്ങൾ യുദ്ധം ചെയ്യാതിരിക്കുമോ? അവർ പറയുന്നത്, ഞങ്ങളെങ്ങനെ ചെയ്യാതിരിക്കും? ഞങ്ങളുടെ വീട്ടിൽ നിന്ന് പുറത്താക്കുകയും ഞങ്ങളുടെ ആൾക്കാരുടെ ഇടയിൽ നിന്നൊക്കെ പുറത്താക്കുകയൊക്കെ ചെയ്ത സ്ഥിതിക്ക് ഞങ്ങളെങ്ങനെ യുദ്ധം ചെയ്യാതിരിക്കും? പക്ഷെ അള്ളാഹു പറയുന്നു, ഫലമ്മാ കുതിബ അലൈഹിമുൽ ഖിതാൽ, യുദ്ധം അവർക്ക് നിയമമാക്കപ്പെട്ടപ്പോൾ അല്ലെങ്കിൽ കൽപ്പന നൽകപ്പെട്ടപ്പോൾ തവല്ലൗ ഇല്ലാ ഖലീലൻ മിൻഹും, കുറച്ചാളുകൾ ഒഴികെ ബാക്കി എല്ലാവരും പിന്തിരിഞ്ഞു. അവരുടെ പ്രവാചകൻ അഥവാ ശമൂവേൽ പ്രവാചകൻ അവർക്കൊരു രാജാവിനെ നിയോഗിച്ചു കൊടുത്തു. അതിനെക്കുറിച്ചാണ് കഴിഞ്ഞ ആഴ്ചയിൽ നമ്മൾ പറഞ്ഞത്. ത്വാലൂത്തിനെ രാജാവായിട്ട് നിയോഗിച്ചു കൊടുത്തു. രാജാവായിട്ട് നിയോഗിച്ചു കൊടുത്തപ്പോഴും ചില ആളുകൾ പ്രശ്നമുണ്ടാക്കി. അവർ ചോദിച്ചു, അന്നാ യക്കൂനു ലഹുൽ മുൽക്കു അലൈന, അദ്ദേഹത്തിന് എങ്ങനെ ആധിപത്യം ഉണ്ടാകും ഞങ്ങളുടെ മേൽ? വനഹ്നു അഹക്കു ബിൽ മുൽക്ക്, ഞങ്ങളല്ലേ മോർ ഡിസേർവിങ്, രാജാധികാരത്തിന് ഞങ്ങളല്ലേ കൂടുതൽ അർഹർ, കാരണം അദ്ദേഹം വലിയ ധനവാനൊന്നുമല്ല. അവരുടെ പ്രവാചകൻ പറഞ്ഞു, ഇന്നല്ലാഹ അസ്തഫാഹു, അള്ളാഹുവാണ് അദ്ദേഹത്തെ തെരഞ്ഞെടുത്തത്, നിങ്ങളുടെ മേൽ അള്ളാഹുവാണ് തെരഞ്ഞെടുത്തത്. ഇന്നല്ലാഹ അസ്തഫാഹു അലൈക്കും, അദ്ദേഹത്തിന് അള്ളാഹു നിങ്ങളെക്കാൾ കൂടുതൽ 2 കാര്യം നൽകിയിട്ടുണ്ട്. 1 ഇൽമ്, 2 ജിസ്മ്. നിങ്ങളെക്കാൾ വലിയ ശരീരമുള്ള, കായികമായിട്ട് മേന്മയുള്ള ആളാണ്. അതുപോലെ ഇൽമിൻ്റെ വിഷയത്തിലും നിങ്ങളെക്കാൾ മേന്മയുള്ള ആളാണ്. എന്നിട്ട് അവരുടെ പ്രവാചകൻ പറഞ്ഞു, വല്ലാഹു യുഅ്തി മുൽക്കഹു മൻ യശാ വല്ലാഹു വാസിഉൻ അലീം, അള്ളാഹു അവനുദ്ദേശിക്കുന്നവർക്കാണ് ആധിപത്യം നൽകുക, നിങ്ങളുടെ ഇച്ഛക്കനുസരിച്ചല്ല. കാരണം അള്ളാഹു ആണല്ലോ എല്ലാം അറിയുന്നവൻ, എല്ലാത്തിനെയും ചൂഴ്ന്നു നിൽക്കുന്നവൻ അവനല്ലേ. വല്ലാഹു വാസിഉൻ അലീം, അതുകൊണ്ട് അവൻ്റെ ഇച്ഛക്കനുസരിച്ചാണ് അവൻ ആധിപത്യം നൽകുന്നത്. അങ്ങനെ ശമൂവേൽ പ്രവാചകൻ ത്വാലൂത്തിനെ അഥവാ ശൗലിനെ അവർക്ക് രാജാവായിട്ട് നിയോഗിച്ചു നൽകി. എന്നിട്ട് പറഞ്ഞു, അദ്ദേഹത്തിൻ്റെ രാജാധികാരത്തിൻ്റെ അടയാളമാണ് നിങ്ങൾക്ക് നഷ്ടപ്പെട്ടു പോയ യഹോവയുടെ പെട്ടകം നിങ്ങളിലേക്ക് തിരിച്ചു വരുമെന്നുള്ളത്. അതിനുശേഷം അള്ളാഹു പറയുകയാണ്, ഫലമ്മാ ഫസല ത്വാലൂത്ത് ബിൽ ജുനൂദി ഖാല ഇന്നല്ലാഹ മുബ്തലീകും ബിനഹരിൻ. ത്വാലൂത്ത് സൈന്യത്തോടൊപ്പം പുറപ്പെട്ടപ്പോൾ, യുദ്ധത്തിന് വേണ്ടി പുറപ്പെട്ടപ്പോൾ അദ്ദേഹം പറഞ്ഞു, ഇന്നല്ലാഹ മുബ്തലീകും ബിനഹരിൻ, അള്ളാഹു നിങ്ങളെ പരീക്ഷിക്കും, പരിശോധിക്കും, ഒരു പുഴ കൊണ്ട് പരിശോധിക്കും. ഒരു പുഴയെ വെച്ചുകൊണ്ട് അവൻ നിങ്ങളെ എക്സാമിൻ ചെയ്യും. ആ എക്സാമിനേഷൻ എന്താണ്? ഫമൻ ശരിബ മിൻഹു ഫലൈസ മിന്നി, അതിൽ നിന്ന് കുടിക്കുന്നവർ, യഥേഷ്ടം കുടിക്കുന്നവർ, അവരൊന്നും എന്നിൽപ്പെട്ടവരല്ല. വമല്ല യത്അംഹു ഫഇന്നഹു മിന്നി, അതിൽ നിന്ന് രുചിക്കാത്തവർ എന്നിൽപ്പെട്ടവരാണ്. അതുകൊണ്ട് ഉദ്ദേശിക്കുന്നത്, വീണ്ടും വിശദീകരിച്ചു, ഇല്ലാ മൻ ഇഗ്തറഫ ഗുർഫതൻ ബിയദിഹി, ഒരാളുടെ കൈക്കുമ്പിളിൽ കുടിക്കാവുന്ന അത്ര ഒഴികെ, ഒരാൾക്ക് കൈകൊണ്ട് കോരിയെടുത്ത് കുടിക്കാവുന്നതൊഴികെ, അങ്ങനെ കുടിക്കുന്നത്, അതിനെ ടേസ്റ്റ് ചെയ്യുന്നത് അല്ല. വമല്ല യത്അംഹു, അതിനെ ടേസ്റ്റ് ചെയ്യാത്തവർ എന്ന് പറഞ്ഞത് യഥേഷ്ടം കുടിക്കാത്തവർ എന്ന അർത്ഥത്തിലാണ്. ഒരു കൈക്കുമ്പിളിൽ മാത്രം കോരിയെടുത്ത് കുടിക്കുന്നവർക്ക് കുഴപ്പമില്ല, അതിനെ യഥേഷ്ടം കുടിക്കുന്നവർ എന്നിൽപ്പെട്ടവരല്ല. ഇതൊരു പരീക്ഷണമാണ്. ഇത് അള്ളാഹുവിൻ്റെ ഒരു കൽപ്പനയായിട്ടാണ് ശൗൽ അവരോട് പറയുന്നത്. അപ്പോൾ ഫശരിബു മിൻഹു, അവരൊക്കെ കുടിച്ചു, ഇല്ലാ ഖലീല മിൻഹും,
കുറച്ച് പേരൊഴികെ. ഇതൊരു എക്സാമിനേഷനാണ്. ഈ എക്സാമിനേഷനിൽ ആരൊക്കെ പാസ്സാകുന്നു ആരൊക്കെ ഫെയിലാകുന്നു എന്ന് നോക്കാൻ വേണ്ടിയാണ്. അള്ളാഹു നേരത്തെ പറഞ്ഞിട്ടുണ്ട് ഇങ്ങനത്തെ പരീക്ഷണങ്ങളുണ്ടാകും. യുദ്ധത്തിൻ്റെ കാര്യം പറഞ്ഞപ്പോൾ തന്നെയാണ് പറഞ്ഞത് വലാ തഖൂലു ലിമൻ യുഖ്തലു ഫീ സബീലില്ലാഹി അംവാത്ത് എന്നുള്ള ആയത്തിന് ശേഷം അള്ളാഹുവിൻ്റെ മാർഗത്തിൽ കൊല്ലപ്പെടുന്നവരെ മരിച്ചവരെന്ന് പറയരുത്, ബൽ അഹ്യാഉൻ അവർ ജീവിക്കുന്നവരാണ് എന്ന് പറഞ്ഞ ആയത്തിന് ശേഷം അള്ളാഹു പറഞ്ഞത് വലനബ്ലുവന്നക്കും ബിശൈഇൻ മിനൽ ഖൗഫി വൽ ജൂഇ വനഖ്സിൻ മിനൽ അംവാൽ എന്നാണ്. അവൻ നിങ്ങളെ എക്സാമിൻ ചെയ്യുക തന്നെ ചെയ്യും. അവൻ പരിശോധന നടത്തിയിട്ട് യഥാർത്ഥ ഈമാനുള്ളവരാരാണ്, ഈമാനിൽ കുറവുള്ളവരാരാണ് എന്ന് വ്യക്തമാക്കും. അത്തരത്തിലുള്ള ഒരു പരീക്ഷണമാണ് ഇവിടെ അള്ളാഹു നൽകിയത്. അള്ളാഹു പറഞ്ഞു പുഴയിൽ നിന്ന് യഥേഷ്ടം കുടിക്കരുത്, അല്പം മാത്രം കുടിക്കുക. അതുകൊണ്ട് പ്രവാചകൻ പറഞ്ഞു യഥേഷ്ടം കുടിക്കുന്നവരൊന്നും എന്നിൽപ്പെട്ടവരല്ല, വളരെ കുറച്ച് മാത്രം, ഒരു കൈക്കുമ്പിളിൽ കുടിക്കുന്നവർക്ക് കുഴപ്പമില്ല. ഇങ്ങനെ ഒരു കൽപ്പന നൽകിയപ്പോൾ അധിക ആളുകളും അതിനെ ധിക്കരിച്ചു. കുറച്ച് ആളുകൾ മാത്രമാണ് അതിനെ ശിരസാ വഹിച്ചത്. ശൗലുമായി ബന്ധപ്പെട്ട് ഇങ്ങനെ ഒരു സംഭവം, എക്സാക്ട്ലി ഇങ്ങനെ ഒരു സംഭവം ശമൂവേൽ പുസ്തകത്തിലോ നബീമിലെ മറ്റ് പുസ്തകങ്ങളിലോ ഒന്നുമില്ല. എന്നാൽ ഫിലിസ്തീനുമായിട്ടുള്ള യുദ്ധത്തിൻ്റെ പശ്ചാത്തലത്തിൽ അദ്ദേഹം സന്ധ്യ വരെ ഭക്ഷണം കഴിക്കരുത്, ആഹാരം കഴിക്കരുത് എന്ന കൽപ്പന നൽകുന്നതായിട്ടുണ്ട്. അതുപോലെ ഇതിന് സമാനമായ ഒരു പരീക്ഷണം മറ്റൊരു ന്യായാധിപൻ്റെ കാലത്ത് യുദ്ധപശ്ചാത്തലത്തിൽ ഇങ്ങനെ ഒരു പരീക്ഷണം നൽകിയതായിട്ട് ബുക്ക് ഓഫ് ജഡ്ജസിൽ പറയുന്നുണ്ട്. ശമൂവേൽ പ്രവാചകനൊക്കെ മുമ്പുണ്ടായിരുന്ന ഗിദെയോൻ എന്ന ന്യായാധിപൻ, അദ്ദേഹം മിദ്യാന്യരുമായിട്ട് നടത്തുന്ന യുദ്ധത്തിൽ അദ്ദേഹത്തോടൊപ്പം ഒരുപാട് പേരുണ്ടാകും. അതിൽ ഭീരുക്കളോടൊക്കെ മടങ്ങിപ്പോകാൻ വേണ്ടി കൽപ്പിക്കും. അങ്ങനെ 20,000 പേർ മടങ്ങിപ്പോകും, അദ്ദേഹത്തോടൊപ്പം 10,000 പേർ ബാക്കിയാകും. അതിനെക്കുറിച്ച് ബുക്ക് ഓഫ് ജഡ്ജസിൽ പറയുന്നു, യഹോവ പിന്നെയും ഗിദെയോനോട്, ജനം ഇനിയും അധികമാകുന്നു, അവരെ വെള്ളത്തിങ്കലേക്ക് കൊണ്ടുപോവുക, അവിടെ വെച്ച് അവരെ ഞാൻ പരിശോധിച്ചു തരാം. ഇവൻ നിന്നോടുകൂടെ പോരട്ടെ എന്ന് ഞാൻ കൽപ്പിക്കുന്നവൻ പോരട്ടെ, ഇവൻ നിന്നോടുകൂടെ പോരണ്ട എന്ന് ഞാൻ കൽപ്പിക്കുന്നവൻ പോരണ്ട എന്ന് കൽപ്പിച്ചു. അങ്ങനെ അവൻ ജനത്തെ വെള്ളത്തിങ്കലേക്ക് കൊണ്ടുപോയി. യഹോവ ഗിദെയോനോട്, പട്ടി നക്കിക്കുടിക്കും പോലെ നാവുകൊണ്ട് വെള്ളം നക്കിക്കുടിക്കുന്നവരൊക്കെ വേറെയും കുടിപ്പാൻ മുട്ടുകുത്തി കുനിയുന്നവരെയൊക്കെ വേറെയും നിർത്തുക എന്ന് കൽപ്പിച്ചു. കൈ വായ്ക്ക് വെച്ച് നക്കിക്കുടിച്ചവർ ആകെ 300 പേരായിരുന്നു. ശേഷം ജനമൊക്കെയും വെള്ളം കുടിപ്പാൻ മുട്ടുകുത്തി കുനിഞ്ഞു. യഹോവ ഗിദെയോനോട്, നക്കിക്കുടിച്ച 300 പേരെ കൊണ്ട് ഞാൻ നിങ്ങളെ രക്ഷിച്ച് മിദ്യാന്യരെ നിന്റെ കയ്യിലേൽപ്പിക്കും. ശേഷം ജനമൊക്കെയും താന്താങ്ങളുടെ സ്ഥലത്തേക്ക് പോകട്ടെ എന്ന് കൽപ്പിച്ചു. ബുക്ക് ഓഫ് ജഡ്ജസിൻ്റെ 7-ാം അധ്യായത്തിൽ പറയുന്നതാണ്. ഇത്തരം സംഭവങ്ങളിൽ നിന്ന് മനസ്സിലാകുന്നത് യുദ്ധപശ്ചാത്തലത്തിൽ ഇത്തരം പരീക്ഷണങ്ങൾ, എക്സാമിനേഷൻ നടക്കുന്നു എന്നുള്ളതാണ്. അള്ളാഹുവിൻ്റെ എക്സാമിനേഷൻ നടക്കുന്നു. ആരാണ് വിജയിക്കുന്നത്, ആരാണ് കൂടെ നിൽക്കുന്നത്, ആർക്കാണ് പ്രവാചകനെയും പ്രവാചകൻ അപ്പോയിൻ്റ് ചെയ്യുന്ന ആളുകളെയും പൂർണ്ണമായിട്ട് അംഗീകരിക്കാൻ കഴിയുന്നത്, ആർക്കാണ് സാക്രിഫൈസ് ചെയ്യാൻ കഴിയുന്നത്, ഇതൊക്കെ നോക്കാൻ വേണ്ടി നടത്തുന്ന പരീക്ഷണമാണ്. അതിൽ വിജയിക്കുന്ന ആളുകളെയും കൊണ്ട് മുന്നോട്ട് പോകാനാണ് കൽപ്പന. അവരെ കൊണ്ട് മാത്രമേ വിജയം സാധ്യമാകൂ. അത് ചെറിയ എണ്ണം ആളുകളായാലും അവർ വൻ സംഘത്തെ വിജയിക്കാൻ പ്രാപ്തരാണ് എന്ന കാര്യം അള്ളാഹു ഇവിടെ തന്നെ പറയുന്നുണ്ട്. ഫലമ്മ ജാവസഹു ഹുവ വല്ലദീന ആമനു മാഹു, അദ്ദേഹവും അദ്ദേഹത്തോടൊപ്പം ഈമാനുള്ള ആളുകളും അതിനെ കടന്നപ്പോൾ, പുഴയെ തരണം ചെയ്തപ്പോൾ, അഥവാ പുഴയെയും ആ പരീക്ഷണത്തെയും ഒക്കെ തരണം ചെയ്തുകൊണ്ട് അദ്ദേഹവും വിശ്വാസികളും മുന്നോട്ട് പോയി. അങ്ങനെ പോയപ്പോൾ കാലു, അവർ പറഞ്ഞു, ലാ ത്വാഖത്തലനൽ യൗമ ബി ജാലൂത്ത വ ജുനൂദിഹി, ജാലൂത്തിനോടും അവൻ്റെ സൈന്യത്തോടും നേരിടാൻ ഇന്ന് നമ്മൾക്ക് ശക്തിയില്ല എന്ന് അവർ ഒരു വേള പറഞ്ഞു. പക്ഷേ അവരിൽ നല്ല ദൃഢവിശ്വാസമുള്ള, അള്ളാഹുവിനെ കണ്ടുമുട്ടും എന്ന് ദൃഢബോധ്യമുള്ള ആളുകൾ, ഖാലല്ലദീന യദുന്നൂന അന്നഹും മുലാഖുള്ള, അവരിൽ അള്ളാഹുമായിട്ടുള്ള മുലാഖാത്തിന് നല്ല ദൃഢനിശ്ചയമുള്ള ആളുകൾ, അവർ പറഞ്ഞു, കമ്മിൻ ഫിയത്തിൻ ഖലീലത്തിൻ ഗലബത്ത് ഫിയത്തൻ കസീറ ബീദിനില്ല, അള്ളാഹുവിൻ്റെ ഇതിനോടുകൂടെ, അനുമതിയോടുകൂടെ എത്രയെത്ര ചെറു സംഘങ്ങളാണ് വൻ സംഘത്തെ അതിജയിച്ചത്. വല്ലാഹു മാ സ്വാബിരീൻ,
അള്ളാഹു ക്ഷമാലുക്കളോടൊപ്പമാണ്, അടിയുറച്ചു നിൽക്കുന്ന ആളുകളോടൊപ്പമാണ്. അള്ളാഹു തീർച്ചയായിട്ടും പരീക്ഷിക്കുമെന്ന് പറഞ്ഞ ആയത്തിൻ്റെയും അവസാനം പറഞ്ഞത് വബശ്ശിരി സ്വാബിരീൻ എന്ന, സ്വാബിരീങ്ങൾക്ക് സന്തോഷ വാർത്ത. വലനബുലുവന്നക്കും ബിശൈഇം മിനൽ ഖൗഫി വൽ ജൂഇ വനഖ്സിൻ മിനൽ അംവാലി വൽ അൻഫുസി വസ്സമറാത്ത് വബശ്ശിരി സ്വാബിരീൻ. ഇവിടെയും അള്ളാഹു പറയുന്നത് അള്ളാഹു സ്വാബിരീങ്ങളോടൊപ്പമാണ്. അടുത്ത ആയത്തിൽ ത്വാലൂത്തിൻ്റെ സൈന്യവും ത്വാലൂത്തും ദുആ ചെയ്യുന്നത് സ്വബറിന് വേണ്ടിയിട്ടും കാലുറപ്പിന് വേണ്ടിയിട്ടുമാണ്, അടിയുറച്ച് നിർത്താനും വേണ്ടിയാണ്. വലമ്മ ബറസു ലി ജാലൂത്ത വജുനൂദിഹി, ജാലൂത്ത് എന്ന് പറഞ്ഞാൽ ഫിലിസ്തീനിലെ മല്ലനായ ഒരാളാണ്. ഗോലിയാത്ത് എന്ന് ബൈബിളിൽ പറയുന്ന വലിയ മല്ലനായിട്ടുള്ള അവരുടെ നേതാവാണ്, അവരുടെ ഫൈറ്ററാണ് ജാലൂത്ത്. ജാലൂത്തിനോടും ജാലൂത്തിൻ്റെ സൈന്യത്തോടും പാളയമിറങ്ങിയപ്പോൾ കാലു, അവർ ദുആ ചെയ്തു, റബ്ബന ഫിരിഗ് അലൈന സൊബറ, റബ്ബേ, ഞങ്ങളുടെ റബ്ബേ, ഞങ്ങളുടെ മേൽ ക്ഷമ ചൊരിഞ്ഞു തരണേ. വസബ്ബിത്ത് അഖ്ദാമന, ഞങ്ങളുടെ കാലുകൾ ഉറപ്പിച്ചു നിർത്തണേ. വൻസുർന അലൽ ഖൗമിൽ കാഫിരീൻ, കാഫിരീങ്ങളായ ജനത്തിനെതിരെ ഞങ്ങളെ നീ സഹായിക്കണേ. തുടർന്ന് പറയുന്നു ഫഹസമൂഹും ബിദിനില്ല, അള്ളാഹുവിൻ്റെ ഇതിനോടുകൂടെ, അള്ളാഹുവിൻ്റെ അനുമതിയോടുകൂടെ അവർ അവരെ പരാജയപ്പെടുത്തി. അതായത് ഷൗലിൻ്റെ സൈന്യം ഗോലിയാത്തിൻ്റെ സൈന്യത്തെ പരാജയപ്പെടുത്തി. ഗോലിയാത്തിൻ്റെ സൈന്യം എന്ന് പറഞ്ഞാൽ ഫിലിസ്തീനയുടെ സൈന്യമാണ്, അവരെ പരാജയപ്പെടുത്തി. വഖത്തല ദാവൂദു ജാലൂത്ത, ഗോലിയാത്തിനെ ദാവൂദ് അലൈഹിസ്സലാം കൊന്നു. വാത്താഹുല്ലാഹുൽ മുൽക്ക വൽ ഹിക്മത്ത, അള്ളാഹു ദാവൂദ് അലൈഹിസ്സലാമിന് ആധിപത്യം നൽകി, ഹിക്മത്ത് നൽകി. വഅല്ലമഹു മിമ്മ യഷ, അവന് പഠിപ്പിച്ചു കൊടുത്തു. അള്ളാഹു ഉദ്ദേശിച്ചത് ദാവൂദ് അലൈഹിസ്സലാമിന് പഠിപ്പിച്ചു കൊടുത്തു. ഈ യുദ്ധത്തെക്കുറിച്ച്, ഈ യുദ്ധത്തിൽ ദാവൂദ് അലൈഹിസ്സലാം വരുന്നതിനെക്കുറിച്ചൊക്കെ മനോഹരമായിട്ട് ശമൂവേൽ പുസ്തകത്തിൽ പറയുന്നുണ്ട്. ഫിലിസ്തീനുമായിട്ട് നടന്ന യുദ്ധമാണ്, ഫിലിസ്തീനയുടെ മല്ലനാണ്, അവരുടെ നേതാവാണ് ഗോലിയാത്ത്. ശമൂവേൽ പുസ്തകത്തിൻ്റെ 17-ാം അധ്യായത്തിൽ പറയുന്നു, ഫിലിസ്തീർ ഇപ്പുറത്ത് ഒരു മലഞ്ചെരുവിലും ഇസ്രായേലിയർ അപ്പുറത്ത് ഒരു മലഞ്ചെരുവിലും നിന്നു. അവരുടെ മധ്യേ ഒരു താഴ്വര ഉണ്ടായിരുന്നു. അപ്പോൾ ഫിലിസ്തീനയുടെ പാളയത്തിൽ നിന്ന് ഗദ്യനായ ഗോലിയാത്ത് എന്ന ഒരു മല്ലൻ പുറപ്പെട്ടു. അവൻ 6 മുഴവും 1 ചാണും നെടുപ്പമുള്ളവനായിരുന്നു. ശമൂവേൽ പുസ്തകത്തിൽ പറയുന്നത് ദാവൂദ് അലൈഹിസ്സലാമിൻ്റെ സഹോദരങ്ങളൊക്കെ ഈ യുദ്ധത്തിൽ ഷൗലിൻ്റെ സൈന്യത്തിലുണ്ടായിരുന്നു എന്നാണ്. ദാവൂദ് അലൈഹിസ്സലാം ഇളയ മകനാണ്. അദ്ദേഹത്തിൻ്റെ ജോലി പിതാവിൻ്റെ ആടുകളെ മേക്കലായിരുന്നു. യുദ്ധം നടക്കുന്ന സ്ഥലത്തേക്ക് പിതാവ് അദ്ദേഹത്തെ അപ്പവും മറ്റും കൊടുക്കാൻ വേണ്ടിയിട്ട് പറഞ്ഞു വിടുന്നതാണ്. ശമൂവേൽ പുസ്തകത്തിൻ്റെ 17-ാം അധ്യായത്തിൽ കാണാം, യിശായി തൻ്റെ മകനായ ദാവീദിനോട് പറഞ്ഞത്, ഈ ഒരു പറ മലരും അപ്പം 10 എടുത്ത് പാളയത്തിൽ നിൻ്റെ സഹോദരന്മാരുടെ അടുക്കൽ വേഗം കൊണ്ടുചെന്ന് കൊടുക്കുക. ഈ പാൽക്കട്ട 10 സഹസ്രാധിപന് കൊടുക്കുക. നിൻ്റെ സഹോദരന്മാരുടെ ക്ഷേമം ചോദിച്ച് ലക്ഷ്യവും വാങ്ങി വരിക. ശൗലും അവരുടെ ഇസ്രായേലരൊക്കെയും ഏലാ താഴ്വരയിൽ ഫെലിസ്ത്യരോട് യുദ്ധം ചെയ്യുന്നുണ്ട്. അങ്ങനെ ദാവീദ് അതികാലത്ത് എഴുന്നേറ്റ് ആടുകളെ കാവൽക്കാരൻ്റെ പക്കൽ വിട്ടേച്ച് യിശായി തന്നോട് കൽപ്പിച്ചതൊക്കെയും എടുത്തുകൊണ്ട് ചെന്ന് കൈനിലയിലെത്തിയപ്പോൾ സൈന്യം പടക്ക് ആർത്ത് വിളിച്ചുകൊണ്ട് പുറപ്പെടുകയായിരുന്നു. ഇങ്ങനെയാണ് ശമൂവേൽ പുസ്തകത്തിൽ പറയുന്നത്. അദ്ദേഹം ശൗലിൻ്റെ സൈന്യത്തോടൊപ്പം യുദ്ധം ചെയ്യാൻ വേണ്ടി പോയതല്ല. അദ്ദേഹം അവിടെ എത്തിയപ്പോൾ ഫലിസ്ത്യരുടെ മല്ലനായ ഗോലിയാത്ത് ആളുകളെ വെല്ലുവിളിക്കുന്നത് കാണുകയാണ്. ആ സമയത്ത് നേരിടാൻ വേണ്ടിയിട്ട് താൻ പോയിക്കോട്ടെ എന്ന് ദാവൂദ് അലൈഹിസ്സലാം ശൗലിനോട് ചോദിക്കുന്നുണ്ട്. അതിനെക്കുറിച്ച് ശമൂവേൽ പുസ്തകത്തിൽ ഇങ്ങനെയാണ് പറയുന്നത്, ദാവൂദ് ശൗലിനോട്, ഇവൻ്റെ നിമിത്തം ആരും അധൈര്യപ്പെടേണ്ട, അടിയൻ ചെന്ന് ഈ ഫിലിസ്ത്യനോട് അംഗം പൊരുതും എന്ന് പറഞ്ഞു. ശൗൽ ദാവീദിനോട്, ഈ ഫിലിസ്ത്യനോട് ചെന്ന് അംഗം പൊരുതുവാൻ നിനക്ക് പ്രാപ്തിയില്ല, നീ ബാലനത്രേ, അവനോ ബാല്യം മുതൽ യോദ്ധാവാകുന്നു എന്ന് പറഞ്ഞു. ദാവീദ് ശൗലിനോട് പറഞ്ഞത്, അടിയൻ അപ്പൻ്റെ ആടുകളെ മേയിച്ചുകൊണ്ടിരിക്കുമ്പോൾ ഒരിക്കലൊരു സിംഹവും ഒരിക്കലൊരു കരടിയും വന്ന് കൂട്ടത്തിൽ നിന്ന് ആട്ടിൻകുട്ടിയെ പിടിച്ചു. ഞാൻ പിന്തുടർന്ന് അതിനെ അടിച്ച് അതിൻ്റെ വായിൽ നിന്ന് ആട്ടിൻകുട്ടിയെ വിടുവിച്ചു. അത് എൻ്റെ നേരെ വന്നപ്പോൾ ഞാൻ അതിനെ താടിക്ക് പിടിച്ച് അടിച്ചു കൊന്നു. ഇങ്ങനെ അടിയൻ സിംഹത്തെയും കരടിയെയും കൊന്നു. ഈ അഗ്രചർമ്മിയായ ഫെലിസ്ത്യൻ
ജീവനുള്ള ദൈവത്തിൻ്റെ സൈന്യത്തെ നിന്ദിച്ചിരിക്കൊണ്ട് അവനും അവയിൽ ഒന്നിനെപ്പോലെ ആകും. ദാവീദ് പിന്നെയും, സിംഹത്തിൻ്റെ കയ്യിൽ നിന്നും കരടിയുടെ കയ്യിൽ നിന്നും എന്നെ രക്ഷിച്ച യഹോവ ഈ ഫെലിസ്ത്യൻ്റെ കയ്യിൽ നിന്നും എന്നെ രക്ഷിക്കും എന്ന് പറഞ്ഞു. ശൗൽ ദാവീദിനോട്, ചെല്ലുക, യഹോവ നിന്നോടുകൂടെ ഇരിക്കും എന്ന് പറഞ്ഞു. ഇങ്ങനെ പറഞ്ഞുകൊണ്ടാണ് ശൗല് ദാവീദിനെ പറഞ്ഞയക്കുന്നത്. യഹോവ നിൻ്റെ കൂടെ ഉണ്ടാകും, നീ പോയിക്കോളൂ എന്ന് ധൈര്യം കൊടുത്തുകൊണ്ട്. തുടർന്ന് ശമൂവേൽ പുസ്തകത്തിൽ പറയുന്നു, പടയങ്കിമേൽ അവൻ്റെ വാളും കെട്ടി ദാവീദ് നടപ്പാൻ നോക്കി, എന്നാൽ അവന് ശീലമില്ലായിരുന്നു. ദാവീദ് ശൗലിനോട്, ഞാൻ ശീലിച്ചിട്ടില്ലായകയാൽ ഇവ ധരിച്ചുകൊണ്ട് നടപ്പാൻ എനിക്ക് കഴിയില്ല എന്ന് പറഞ്ഞ് അവയെ ഊരിവെച്ചു. പിന്നെ അവൻ തൻ്റെ വടിയെടുത്ത് തോട്ടിൽ നിന്ന് മിനുസമുള്ള 5 കല്ലും തിരഞ്ഞെടുത്ത് ഇടയസഞ്ചിയായ പൊക്കണത്തിലിട്ടു. കയ്യിൽ കവിണയുമായി ഫെലിസ്ത്യനോട് അടുത്തു. ഫിലിസ്ത്യനും ദാവീദിനോട് അടുത്തു. പരിചക്കാരനും അവൻ്റെ മുമ്പേ നടന്നു. ഫെലിസ്ത്യൻ നോക്കി ദാവീദിനെ കണ്ടപ്പോൾ അവനെ നിന്ദിച്ചു. അവൻ തീരെ ബാലനും പവിഴ നിറമുള്ളവനും കോമളരൂപനുമായിരുന്നു. ഫിലിസ്ത്യൻ ദാവീദിനോട്, നീ വടികളുമായി എൻ്റെ നേരെ വരുവാൻ ഞാൻ നായോ എന്ന് ചോദിച്ചു. തൻ്റെ ദേവന്മാരുടെ നാമം ചൊല്ലി ദാവീദിനെ ശപിച്ചു. ഫെലിസ്ത്യൻ പിന്നെയും ദാവീദിനോട്, ഇങ്ങോട്ടു വാ, ഞാൻ നിൻ്റെ മാംസം ആകാശത്തിലെ പക്ഷികൾക്കും കാട്ടിലെ മൃഗങ്ങൾക്കും ഇരയാക്കുന്നുണ്ട് എന്ന് പറഞ്ഞു. ദാവീദ് ഫെലിസ്ത്യനോട് പറഞ്ഞത്, നീ വാളും കുന്തവും വേലുമായി എൻ്റെ നേരെ വരുന്നു. ഞാനോ നീ നിന്ദിച്ചിട്ടുള്ള ഇസ്രായേൽ നിരകളുടെ ദൈവമായ സൈന്യങ്ങളുടെ യഹോവയുടെ നാമത്തിൽ നിൻ്റെ നേരെ വരുന്നു. പിന്നെ ഫലിസ്ത്യൻ ദാവീദിനോട് എതിർപ്പാൻ നേരിട്ടെടുത്തപ്പോൾ ദാവീദ് ബദ്ധപ്പെട്ട് ഫലിസ്ത്യനോട് എതിർപ്പാൻ അണിക്കുനേരെ ഓടി. ദാവീദ് സഞ്ചിയിൽ കൈയിട്ട് ഒരു കല്ലെടുത്ത് കവിണയിൽ വെച്ച് വീശി ഫലിസ്ത്യൻ്റെ നെറ്റിക്കെറിഞ്ഞു. കല്ല് അവൻ്റെ നെറ്റിയിൽ കൊണ്ട് പതിഞ്ഞു. അവൻ കവിണ്ണു വീണു. ഇങ്ങനെ ദാവീദ് ഒരു കവിണയും ഒരു കല്ലും കൊണ്ട് ഫെലിസ്ത്യനെ ജയിച്ചു. ശമൂവേൽ പുസ്തകത്തിൽ വളരെ വിശദമായിട്ട് പറഞ്ഞ ഈ സംഭവമാണ് ഖുർആൻ ഒറ്റ വാക്യത്തിൽ പറഞ്ഞത്, ഖതല ദാവൂദ് ജാലൂത്ത, ദാവൂത്ത് ഗോലിയാത്തിനെ കൊന്നു. ഈ ആയത്തിൻ്റെ ബാക്കി ഇൻഷാ അല്ലാഹ് അടുത്ത ക്ലാസ്സിൽ വിശദീകരിക്കാം. വാഖിർ ദഅവാനാ അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ.